നമസ്കാരം, എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ആർദ്ര. വരാനിരിക്കുന്ന CPO പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട 25ഓളം മലയാളം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഈ ക്ലാസ് ഒരിക്കലും നിങ്ങളെ നിരാശരാക്കില്ല. ഉറപ്പായും ഇത് പ്രയോജനപ്പെടും എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ശരിയായ പദനിര കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ശരിയായ പദനിര കണ്ടെത്തുക. നോക്കുമ്പോൾ മനസ്സിലാവും പദശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ശരിയായി മാത്രം എഴുതിയിരിക്കുന്ന പദങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ സെക്ഷൻ എ, മൂടൻ, ഗ്രന്ഥി, ബിരുദം. ബി, ചെതൽ, മിറ്റം, എങ്ങിനെ. സി, അടിമത്വം, ഐച്ഛികം, ആവശ്യം. ഡി, സമ്രാട്ട്, തത്വം, കഥനം. എങ്ങനെയാണ് മൂടൻ എന്ന് എഴുതുന്നത്? ഇതാണോ മൂടൻ എന്നുള്ളതിന്റെ ശരിയായിട്ടുള്ള രീതി? എങ്ങനെയാണ് മൂടൻ എഴുതുന്നത്? മൂഢൻ എന്നുള്ളതാണല്ലേ ശരിയായ പദം. ഗ്രന്ഥി ശരി തന്നെയാണ്. ബിരുദം എന്നാണോ? ബിരുദം, ബിരുദതല പരീക്ഷ, ഡിഗ്രി എന്നുള്ളതിന്റെ മലയാള പദമാണ് ബിരുദം. PG എന്ന് പറയുമ്പോൾ, പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുമ്പോൾ ബിരുദാനന്തര ബിരുദം. ഓക്കെ, അപ്പൊ ബിരുദം എന്നുള്ളതിന്റെ എങ്ങനെയാണ് ശരിക്കും ബിരുദം എഴുതുന്നത്? ബിരുദം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദങ്ങള്. അപ്പൊ ഉറപ്പായിട്ടും ഇത് തെറ്റായിട്ടുള്ള പദനിര തന്നെയാണ്. ഇനി അടുത്തത് ചെതൽ. ചെതൽ, ചെതൽ എന്നുള്ളതാണോ ചിതൽ എന്നുള്ളതാണോ ശരിയായിട്ടുള്ള പദം? ചിതൽ എന്നുള്ള പദമാണ് ശരിയായിട്ടുള്ള പദം. ഇത് തെറ്റായ രൂപമാണ്. ചിതൽ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രൂപം. നമ്മുടെ പ്രാദേശിക ഭേദവും അനുസരിച്ച്, അതായത് ഓരോ നാട്ടിലും ഓരോ വാക്കുകള് പദങ്ങളൊക്കെ ഉപയോഗിക്കുന്ന രീതി, പ്രയോഗങ്ങളിൽ തന്നെ വ്യത്യാസമുണ്ട്. അത്തരത്തിലാണ് ചെതൽ എന്ന് പറയുന്ന ഒരു പ്രയോഗം വരുന്നത്. ചിതൽ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം. അതുപോലെ തന്നെ മിറ്റം എന്ന് ഉപയോഗിക്കുന്ന രീതിയുണ്ട്. മിറ്റമല്ല, മുറ്റം എന്നുള്ളതാണ്. മുറ്റം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം. അതുപോലെ തന്നെ എങ്ങിനെ. എങ്ങിനെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ, നമ്മൾ ഭാഷ കൈകാര്യം ചെയ്യുന്ന സമയത്ത് തന്നെ, വായ്മൊഴിയായി പറയുന്ന സമയത്ത് തന്നെ എങ്ങനെയാണ്? എങ്ങിനെ, അങ്ങിനെ, ഇങ്ങനെ, എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. ഇത് തീർത്തും തെറ്റാണ്. എങ്ങനെ, അങ്ങനെ, ഇങ്ങനെ എന്നൊക്കെയുള്ളതാണ് ശരിയായിട്ടുള്ള രൂപം. അവിടെ ഇപ്പൊ എങ്ങനെ എന്നുള്ളത് തെറ്റാണ്. പകരം എങ്ങനെ. നമ്മൾ പറഞ്ഞു പോകുന്ന സമയത്ത് ഇങ്ങനെ പറയണം, അങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ എഴുതുന്ന സമയത്തും നമുക്ക് ഇങ്ങനെ എന്ന് എഴുതാനുള്ള ഒരു ആ ഒരു രീതി വരാറുണ്ട്. അപ്പൊ അത് തെറ്റാണ്. എങ്ങനെ, അങ്ങനെ, ഇങ്ങനെ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രൂപം. അടുത്തത് എന്താണ്? അടിമത്വം, ഐച്ഛികം, ആവശ്യം എന്നൊക്കെ പറയുന്ന രീതി. അടിമത്വം എന്ന് പറയുന്ന പദം ഇവിടെ എഴുതിയിരിക്കുന്നത് തെറ്റാണ്. ശരിയായ രൂപം എന്ന് പറയുന്നത് അടിമത്തം എന്നുള്ളതാണ്. എന്താണ്? അടിമത്തം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രൂപം. നമ്മളും പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും മലയാള പദങ്ങളുടെ കൂടെ ആണ് ഇത്തം എന്ന് പറയുന്ന ഈ ഒരു പ്രത്യയം ചേരുന്നത്. ഉദാഹരണമായിട്ട് പെണ്ണത്തം, ആണത്തം, അടിമത്തം, കുട്ടിത്തം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും പെണ്ണത്വം, ആണത്വം, കുട്ടിത്വം എന്ന് ഉപയോഗിക്കാറില്ല. ത്വം എന്ന് പറയുന്ന ഈ ഒരു പ്രത്യയം എന്ന് പറയുന്നത് എപ്പോഴും സംസ്കൃത പദങ്ങളോട് മാത്രമേ ചേരുകയുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഈ സംസ്കൃത പദങ്ങളും മലയാള പദങ്ങളും തിരിച്ചറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പദങ്ങളെ മനസ്സിലാക്കി വെച്ചേക്കുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്നത്. പിന്നീട് ഓരോ പദങ്ങളുടെ ഒരു രീതി, കുറെ പദങ്ങൾ നമ്മൾ പരിചയപ്പെട്ട് കഴിയുന്ന സമയത്ത് നമുക്ക് അതിനൊരു നാക്ക് കിട്ടുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ നമുക്ക് മലയാള പദങ്ങളും സംസ്കൃത പദങ്ങളും തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതാണ് പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ മലയാളവും സംസ്കൃതവും തമ്മിൽ തിരിച്ചറിയാനായിട്ട് പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റുന്ന എളുപ്പ വഴികളൊന്നും തന്നെ ഇല്ല. കൂടുതൽ പദങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പം എപ്പോഴും മലയാള പദങ്ങളോട് കൂടെ മാത്രമേ തം എന്ന് പറയുന്ന പ്രത്യയം ചേർത്തോളൂ. സംസ്കൃത പദങ്ങളോട് കൂടിയാണ് ത്വം എന്ന് പറയുന്ന പ്രത്യയം ചേരുന്നത്. അടിമത്തം, അടിമത്തം, അടിമ എന്ന് പറയുന്നത് ഒരു മലയാള പദമായതുകൊണ്ട് തന്നെ അടിമത്വം എന്ന് വരത്തില്ല, അടിമത്തം എന്ന് മാത്രമേ വരികയുള്ളൂ. ഇനി ഐച്ഛികം. ഐച്ഛികം, ഐച്ഛികം എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഈ ഒരു രൂപമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ഐച്ഛികം എന്ന് പറയുന്ന ശരിയായ രൂപം ഇതാണ്. ഐച്ഛികം, ഐച്ഛികം, ഉച്ഛിഷ്ടം, ഇച്ഛ, തുച്ഛം, പുച്ഛം,
യാദൃച്ഛികം എന്നൊക്കെ പറയുന്നതെല്ലാം ഈ ഒരു ചായും ഛായും ചേർന്ന ഈ ഒരു രൂപമാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പം ഇവിടെയും തെറ്റാണ്. ഇനി അടുത്ത പദനിര നോക്കാം. സമ്രാട്ട്, തത്വം, കഥനം എന്നിവയാണ് അടുത്തതെന്ന് പറയുന്നത്. സാമ്രാട്ട് എന്ന് ഉപയോഗിക്കുന്നതാണ് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത്. അതായത് ഉച്ചാരണ വൈകല്യം മൂലം ചില പദങ്ങൾ നമ്മൾ ദീർഘിപ്പിച്ചും ചില പദങ്ങൾ ചുരുക്കിയും ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അത് തെറ്റായ രീതിയിലുള്ള ഉപയോഗമാണ്. ചില പദങ്ങളുടെ സാമ്യം കണ്ടിട്ട് ഈ പദവും ഇങ്ങനെ ദീർഘിപ്പിച്ചാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് 1-2 ദിവസം കൊണ്ടല്ല, കാലാകാലങ്ങളായിട്ടുള്ള മാറ്റം കൊണ്ട് അവ തെറ്റായി ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. ഉദാഹരണത്തിന് വായനാശാല, കേരള സർക്കാർ, അതുപോലെ തന്നെ പന്തായം, മണലാരണ്യം, അതാത് എന്നൊക്കെ ഉപയോഗിക്കുന്ന രീതിയുണ്ട്. അങ്ങനെയല്ല, അതത്, കേരള സർക്കാർ, മണലരണ്യം, വായനശാല, വായന ദിനം എന്നൊക്കെയാണ് ശരിയായിട്ടുള്ള ഉപയോഗം. അപ്പൊ അത്തരത്തിൽ ദീർഘിപ്പിച്ച് ഉപയോഗിക്കുന്നതാണ് ഈ സാമ്രാട്ട് എന്നുള്ളത്. സാമ്രാട്ട് എന്നുള്ളതല്ല, സമ്രാട്ട് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രൂപം. അപ്പൊ അത് ശരിയാണ്. ഇനി തത്വം. തത്വം എന്ന് പറയുന്നത് തത് അധികം ത്വം എന്നുള്ളതാണ് തത്വമായിട്ട് മാറുന്നത്. അവിടെ ത ഇരട്ടിക്കുന്ന ഈ ഒരു രൂപമാണ് ഉണ്ടാവുന്നത്. രണ്ട് പദങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്ന സമയത്ത് ആദ്യത്തെ പദം അവസാനിക്കുന്നത് തകാരത്തിലാണെന്നുണ്ടെങ്കിൽ ചേർന്ന് വരുന്ന രൂപത്തിൽ ആ തകാരം ഇരട്ടിച്ച് തന്നെ വരും. അപ്പൊ അതുകൊണ്ട് തത്വം എന്നെഴുതുന്ന ഈ ഒരു രീതി തെറ്റാണ്. പകരം ഇതാണ് ശരിയായിട്ടുള്ള രൂപം. സമ്രാട്ട് ശരിയാണ്, തത്വം ശരിയാണ്. കഥനം, കഥനം, കഥനം. കഥ എന്ന് പറഞ്ഞാൽ കഥനം ചെയ്യുന്നത് എന്തോ അതാണ് കഥ എന്നാണ് പറയുന്നത്. അപ്പൊ കഥനം എന്ന് പറയുന്ന പദവും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. അപ്പോ ശരിയായിട്ടുള്ള പദനിര ഏതാണ്? ഡി ആണ് ശരിയായിട്ടുള്ള പദനിര. ശരിയായിട്ടുള്ള പദനിര സമ്രാട്ട്, തത്വം, കഥനം. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? അടുത്തൊരു പരിഭാഷയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നമ്മൾ ഈ കഴിഞ്ഞ പരീക്ഷകളെല്ലാം, ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തന്നെ മലയാള ഭാഗത്തു നിന്ന് പരിഭാഷയിൽ നിന്ന് നിർബന്ധമായിട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് എന്ന വരിയുടെ ശരിയായ മലയാള വിവർത്തനം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, എനിക്ക് വിശ്രമിച്ചിട്ട് വേണം ഇനിയും നടക്കുവാൻ. ബി, വിശ്രമിക്കുന്നതിന് മുമ്പ് എനിക്ക് ഏറെ ദൂരം താണ്ടുവാനുണ്ട്. യാത്രയ്ക്ക് മുമ്പ് ഉറക്കത്തിലൂടെ വിശ്രമിക്കാനുണ്ട്. ഡി, വിശ്രമിച്ചില്ലെങ്കിൽ മൈലുകൾ താണ്ടാനാവില്ല. വിശ്രമിച്ചില്ലെങ്കിൽ മൈലുകൾ താണ്ടാനാവില്ല. ഓക്കെ, അപ്പൊ ഏതാണ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് എന്ന് പറയുന്നതിന്റെ ശരിയായിട്ടുള്ള പരിഭാഷ? പരിഭാഷ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിഭാഷ ചെയ്യുന്ന ഇംഗ്ലീഷ് പദങ്ങളുടെ അതേ വിവർത്തന രൂപങ്ങള്, എല്ലാ പദങ്ങളുടെയും വിവർത്തന രൂപങ്ങള് നമുക്ക് നമ്മുടെ ഉത്തരത്തിൽ ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഏകദേശം ഒരു ആശയം വെച്ചിട്ട് ആ ആശയം പരിഭാഷയിൽ തന്നു കഴിഞ്ഞാൽ അതായിരിക്കണമെന്നില്ല ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് PSC തരുന്നത്. പകരം നമ്മൾ കണ്ടുവരുന്നത് ഏതൊക്കെ പദങ്ങളുണ്ടോ അതിന്റെയൊക്കെ പരിഭാഷയായിട്ടുള്ള മലയാള പദങ്ങള് ഏത് ഓപ്ഷനിലാണോ ഉള്ളത് അതായിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ കാര്യത്തിൽ നമുക്ക് വലിയ സംശയങ്ങളൊന്നുമില്ല. ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ള കവി റോബർട്ട് ഫ്രോസ്റ്റിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കവിതയിലെ വരികളാണ്. അനക്കമറ്റു നിദ്രയിൽ ലയിപ്പതിനു മുമ്പിലായി എനിക്കതീവ ദൂരമുണ്ട് അവിശ്രമം നടക്കുവാൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള വരിയുടെ ഒരു ഭാഗമാണ്. ഇവിടെ വിശ്രമിക്കുന്നതിന് മുമ്പ് എനിക്ക് ഏറെ ദൂരം താണ്ടുവാനുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പം ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്, വിശ്രമിക്കുന്നതിന് മുമ്പ് എനിക്ക് ഏറെ ദൂരം താണ്ടുവാനുണ്ട്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ശരിയായ പര്യായ പദം രേഖപ്പെടുത്തിയ പദനിര കണ്ടെത്തുക. ശരിയായ പര്യായ പദങ്ങൾ രേഖപ്പെടുത്തിയ പദനിരയാണ്. ഓപ്ഷൻ എ, രിപു ഹരി വൈരി. ബി, ഗഗനം നഭസ് വ്യോമം. സി, നഗം അചലം വിപിനം. ഡി, അശ്വം ദ്യുതം ദേവനം. ഇനി ഓരോന്നായിട്ട് നോക്കാം. രിപു, രിപു എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? രിപു ശത്രു ആണല്ലേ, ശത്രു. ഹരിയോ, ഹരി എന്ന് പറഞ്ഞാൽ വിഷ്ണു, ശിവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. സിംഹം, കുതിര എന്നൊക്കെ അർത്ഥമുണ്ട് അല്ലെ. വിഷ്ണു എന്നർത്ഥമുണ്ട്, അതുപോലെ തന്നെ സിംഹം എന്നർത്ഥമുണ്ട്. അങ്ങനെ ഒത്തിരി അർത്ഥമുള്ളതാണ് ഹരി എന്ന് പറയുന്ന പദം. വൈരി എന്ന് പറഞ്ഞാലും ശത്രു തന്നെയാണ്. അപ്പം ഹരി ഇവിടെ അല്ലാത്തത് കൊണ്ട് ഈ പദനിര നമുക്ക് ശരിയായിട്ടുള്ള പര്യായങ്ങളുള്ള പദനിര അല്ല. ഇനി അടുത്തത് ഗഗനം നഭസ് വ്യോമം അല്ലെ. ഗഗനം എന്താണ്? ആകാശം. നഭസ് ആകാശം. വ്യോമം
ആകാശം. അപ്പം ഒരെണ്ണം നമുക്ക് എന്തായാലും കിട്ടി. ഇത് ശരിയായിട്ടുള്ള പദനിര തന്നെയാണ്. ബാക്കി രണ്ടും കൂടെ ഒന്ന് നോക്കിയാലോ. നഖം. നഖം എന്ന് പറഞ്ഞാൽ എന്താണ്? നഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതം എന്നാണ് അർത്ഥം. നഖം പർവ്വതമാണ്. അചലം എന്ന് പറഞ്ഞാലും പർവ്വതമാണ്. വിപിനം എന്ന് പറഞ്ഞാൽ കാടാണ്. വിപിനം കാടാണ്. അങ്ങനെയാണെങ്കിൽ കാടിന്റെ മറ്റു പര്യായങ്ങൾ ഏതൊക്കെയാണ് കാടിന്റെ പര്യായങ്ങൾ? കാന്താരം കാടിന്റെ പര്യായമാണ്. അതുപോലെ തന്നെ അടവി, ഗഹനം എന്നിവയൊക്കെ. അപ്പൊ കാട്, കാന്താരം, വനം, അടവി, ഗഹനം, അരണ്യം, ആരണ്യം എന്നൊക്കെ പറയുന്നതെല്ലാം എന്ത് തന്നെയാണ്? കാടിന്റെ പര്യായങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ പർവ്വതത്തിന്റെ പര്യായങ്ങൾ നഖമുണ്ട്, അചലമുണ്ട്. ഇത് കൂടാതെ എന്തൊക്കെയാണ് പർവ്വതത്തിന്റെ പര്യായങ്ങൾ? ശൈലമുണ്ട്. ശൈലം, ഗിരി, ഗോത്രം, അദ്രി എന്നിവയൊക്കെ എന്ത് തന്നെയാണ്? നമ്മുടെ പർവ്വതത്തിന്റെ പര്യായങ്ങൾ തന്നെയാണ്. ഇനി ഗഗനം, നഭസ്, വ്യോമം എന്നിവ കൂടാതെ ഏതൊക്കെയാണ് നമ്മുടെ ആകാശം എന്ന് പറയുന്ന പദത്തിന്റെ പര്യായങ്ങൾ? വാനമുണ്ട്, അമ്പരമുണ്ട്. ഇവയൊക്കെ തന്നെയും ആകാശത്തിന്റെ പര്യായങ്ങളാണ്. ഇനി അടുത്ത പദനിര നോക്കാം. അശ്വം, ദ്യുതം, ദേവനം. അശ്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അശ്വം എന്ന് പറഞ്ഞാൽ കുതിരയാണ് അല്ലെ? അശ്വം കുതിര, ദ്യുതം ദേവനം. ഇവ രണ്ടിന്റെയും അർത്ഥം എന്ന് പറയുന്നത്, ദ്യുതം ദേവനം എന്നിവയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ചൂത് എന്നാണ്. ചൂത്, കളി എന്നൊക്കെയാണ് ഇവ രണ്ടിന്റെയും അർത്ഥം എന്ന് പറയുന്നത്. അപ്പോ ഇത് തെറ്റായിട്ടുള്ള ഇതാണ്. ശരിയായിട്ടുള്ളത് ഗഗനം, നഭസ്, വ്യോമം എന്നിവയുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അശ്വം, കുതിര എന്നുള്ളതിന്റെ മറ്റു പര്യായങ്ങൾ ഏതൊക്കെയാണ്? അശ്വത്തിന്റെ പര്യായങ്ങൾ അശ്വം, വാജി, തുരകം, അതുപോലെ തന്നെ ഘോടകം, ഹയം എന്നിവയൊക്കെ കുതിര എന്ന് പറയുന്ന പദത്തിന്റെ പര്യായങ്ങളാണ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ശക്തിമത്താവുക, കഠിനമായി വർദ്ധിക്കുക എന്നിങ്ങനെ അർത്ഥം വരുന്ന ശൈലി ഏതെന്നാണ് ചോദ്യം. ശക്തിമത്താകുക, കഠിനമായി വർദ്ധിക്കുക. നോക്കാം. ഓപ്ഷൻ എ കൊട്ടുകാലടിക്കുക, ബി കൊടുമ്പിരി കൊള്ളുക, സി കൊട്ടിക്കലാശിക്കുക, ഡി കൊട്ടുന്ന കോലിന് തുള്ളുക. ഏതാണ് ശക്തിമത്താകുക, കഠിനമായി വർദ്ധിക്കുക എന്നിങ്ങനെ അർത്ഥം വരുന്ന ശൈലി എന്ന് പറയുന്നത്? ഈ കൊട്ടുകാലടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിച്ചോടുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഒളിച്ചോടുക. അവിടെ ഒരു പ്രശ്നം വന്നപ്പോ അവൻ കൊട്ടുകാലടിച്ചു എന്ന് പറയാറുണ്ട്. ഒളിച്ചോടുക എന്നുള്ളതാണ് അർത്ഥം. ഇനി കൊടുമ്പിരി കൊള്ളുക, ആഘോഷങ്ങൾ അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തി എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൊടുമ്പിരി കൊണ്ട ആവേശമായിരുന്നു എന്ന് പറയാറുണ്ട്. ആവേശം കൊടുമ്പിരി കൊണ്ടു എന്ന് പറയാറുണ്ട്. കൊടുമ്പിരി കൊള്ളുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത് ശക്തിമത്താവുക എന്നുള്ളതാണ്. ശക്തിമത്താവുക. അപ്പൊ ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. കൊടുമ്പിരി കൊള്ളുക, ശക്തിമത്താവുക, കഠിനമായിട്ട് വർദ്ധിക്കുക. ഇനി കൊട്ടിക്കലാശിക്കുക. നമ്മള് ശക്തിമത്താകുക, കഠിനമായി വർദ്ധിക്കുക എന്നൊക്കെയുള്ള ഒരു ആശയം നമ്മൾ കൊട്ടിക്കലാശം എന്ന് പറയുന്ന ഒരു പദത്തിലൂടെ നമുക്ക്, അങ്ങനെ ഒരു ശൈലിയിലൂടെ നമുക്ക് ലഭിക്കും. പക്ഷെ കൊട്ടിക്കലാശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തേത് എന്നുള്ള അർത്ഥമാണ്. കൊട്ടിക്കലാശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ ആഘോഷം, അവസാനത്തേത് എന്നുള്ള അർത്ഥമാണ് കൊട്ടിക്കലാശം എന്ന് പറയുന്ന പദത്തിന്, ശൈലിക്ക് ഉള്ളത്. ഇനി കൊട്ടുന്ന കോലിന് തുള്ളുക. നമ്മൾ ചെണ്ട കൊട്ടിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? ചെണ്ട കൊട്ടിക്കുക എന്ന് പറയുന്ന ശരീരാർത്ഥം കളിയാക്കുക, അല്ലെങ്കിൽ കഷ്ടപ്പെടുത്തുക, ഉപദ്രവിക്കുക എന്നൊക്കെ അർത്ഥമാണ്. ഇവിടെ കൊട്ടുന്ന കോലിന് തുള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും താളത്തിനൊത്ത് തുള്ളുന്ന ആൾക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലാതെ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്കും രീതികൾക്കും അഭിപ്രായങ്ങൾക്കും ഒക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൊട്ടുന്ന കോലിന് തുള്ളുക എന്ന് പറയുന്ന ഒരു ശൈലിയുള്ളത്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ ബഹുവചനത്തെ കുറിക്കുന്ന അലിംഗവചന പ്രത്യയം ചേർന്ന രൂപം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. ഓപ്ഷൻ എ അമ്മമാർ, ബി സ്വാമികൾ, സി അധ്യാപകർ, ഡി മിടുക്കന്മാർ. എന്താണ് ഈ അലിംഗവചന പ്രത്യയം? നമുക്ക് വചനവുമായിട്ട് ബന്ധപ്പെട്ട്
രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഏകവചനവും ബഹുവചനവുമാണ് നമ്മുടെ മലയാളത്തിലുള്ള വചനങ്ങൾ എന്ന് പറയുന്നത്. ദ്വിവചനം എന്ന് പറയുന്ന വചനരൂപം എന്ന് പറയുന്നത് സംസ്കൃതത്തിലുണ്ട്, പക്ഷെ നമ്മുടെ മലയാളത്തിലില്ല. ഏകവചനം എന്ന് പറയുന്നത് ഒന്നിനെ സൂചിപ്പിക്കുന്നത്, ബഹുവചനം എന്ന് പറയുന്നത് ഒന്നിൽ കൂടി എണ്ണത്തിനെ സൂചിപ്പിക്കുന്നത്. വചനം എന്ന് പറയുന്ന രൂപം തന്നെ എണ്ണത്തിനെ സൂചിപ്പിക്കുന്നതാണ്. വചനം തന്നെ എണ്ണത്തിനെ സൂചിപ്പിക്കുന്ന ഒരു രൂപമാണ്. ഇനി ഏകവചനത്തിന് പ്രത്യേകിച്ച് പ്രത്യയങ്ങളൊന്നും തന്നെ ഇല്ല, ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ്, ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി ബഹുവചനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബഹുവചനം 3 തരത്തിലാണുള്ളത്. ഏതൊക്കെയാണ്? അലിംഗ ബഹുവചനം, അതുപോലെ തന്നെ സലിംഗ ബഹുവചനം, അതുപോലെ തന്നെ പൂജക ബഹുവചനം, അല്ലെ? പൂജക ബഹുവചനം. അലിംഗ ബഹുവചനം എന്ന് പറയുന്നത് നമുക്ക് ഏത് ലിംഗത്തിൽ പെട്ടതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ബഹുവചന രൂപമാണ്. അതായത് ഇപ്പോ കുട്ടികൾ എന്ന് പറയുന്ന സമയത്ത് അവിടെ ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തില്ലെങ്കിൽ അതിനെ അലിംഗ ബഹുവചനം എന്ന് പറയും. ലിംഗം തിരിച്ചറിയാൻ സാധിക്കാത്ത അലിംഗം. ഇനി സലിംഗ ബഹുവചനം, ലിംഗത്തോട് കൂടിയത്, അവിടെ ഉറപ്പായിട്ടും പെൺകുട്ടികളെന്നോ അധ്യാപികമാരെന്നോ ആൺകുട്ടികളെന്നോ അധ്യാപകന്മാരെന്നോ സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള രൂപങ്ങളാണ് സലിംഗ ബഹുവചനം. ഇനി പൂജക ബഹുവചനം എന്താണ്? നമ്മൾ പറയാറുണ്ട് പൂജക ബഹുവചനം എന്ന് പറയുന്നത് പേരിൽ മാത്രമേ ബഹുവചനം ഉള്ളൂ, പക്ഷെ ആളൊറ്റയാണ്. പൂജക ബഹുവചനം എപ്പോഴും ഒരാളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ്. സ്ഥിരമായിട്ട് പരീക്ഷകളിലൊക്കെ ചോദിച്ചു കാണാറുണ്ട്. പൂജക ബഹുവചനം എന്ന് പറയുന്നത് എന്താണ്? സ്വാമികൾ, അവർകൾ, നിങ്ങൾ, താങ്കൾ, പത്രാധിപർ എന്നൊക്കെ ഒരാളെ സൂചിപ്പിക്കാൻ വേണ്ടി അയാളോടുള്ള ബഹുമാനാർത്ഥം അർമാർക്കൾ എന്നിങ്ങനെയുള്ള പ്രത്യയങ്ങളൊക്കെ ചേർത്ത് പോകാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള രൂപങ്ങളാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ നോക്കാനുള്ള എന്താണ്? നമുക്ക് അലിംഗ വചന പ്രത്യയം ചേർന്ന രൂപം ഏതാണെന്നുള്ളതാണ്. ഇവിടെ അമ്മമാർ എന്ന് പറയുന്നത് സലിംഗ ബഹുവചനമാണോ അലിംഗ ബഹുവചനമാണോ? അമ്മമാർ എന്ന് പറയുന്നതിനെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് സ്ത്രീലിംഗമാണ് നമ്മുടെ മനസ്സിലാവും, അല്ലെ? ഒരു പ്രത്യേക ലിംഗത്തെ സൂചിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ എന്താണ്? മാതാപിതാക്കളെന്നോ അല്ലെങ്കിൽ അവരെന്നോ എന്നൊക്കെ സൂചിപ്പിക്കണമായിരുന്നു. അപ്പോ അമ്മമാർ എന്നുള്ളത് കൊണ്ട് അത് സലിംഗമാണെന്ന് മനസ്സിലായി. ഇനി സ്വാമികൾ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വാമികൾ എന്ന് സൂചിപ്പിക്കുന്നത് എപ്പോഴും എന്താണ്? പൂജക ബഹുവചനമാണ്. ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ അയാളുടെ ബഹുമാനാർത്ഥം എന്ന് പറയുന്ന ഒരു പ്രത്യയം നമ്മളിവിടെ ചേർത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് പൂജക ബഹുവചനമാണ്. ഇനി അധ്യാപകർ എന്ന് പറയുന്ന സമയത്ത് അവിടെ സ്ത്രീകൾ ഉണ്ടാണോ പുരുഷന്മാരാണെന്നോ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല. അധ്യാപകർ എന്ന് പറയുമ്പോൾ അവിടെ അധ്യാപികമാരെന്നോ അധ്യാപകന്മാരെന്നോ സൂചിപ്പിച്ചിരുന്നുണ്ടെങ്കിൽ നമുക്ക് അവയെ സലിംഗം എന്ന് പറയായിരുന്നു. അപ്പൊ ഇവിടെ അലിംഗമാണ്, അല്ലെ? ലിംഗം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. ഇനി മിടുക്കന്മാർ എന്ന് പറയുമ്പോഴോ? മിടുക്കികൾ എന്നാണോ? അല്ല. മിടുക്കർ എന്നാണോ? മിടുക്കർ എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മിടുക്കികളും മിടുക്കന്മാരും ആണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കത്തില്ലായിരുന്നു. അപ്പൊ ഇവിടെ മിടുക്കന്മാർ എന്നുള്ളത് കൊണ്ട് അവിടെയും ആൺകുട്ടികളെ പറ്റിയാണ് സൂചിപ്പിച്ചെന്നുള്ളത് കൊണ്ട് അവിടെ സലിംഗമാണ്. ഇവിടെ അലിംഗമായിട്ട് നിലനിൽക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, അധ്യാപകർ എന്നുള്ളതാണ്. അലിംഗ ബഹുവചന പ്രത്യയം ചേർന്ന അല്ലെങ്കിൽ അലിംഗ വചന പ്രത്യയം ചേർന്ന രൂപം എന്ന് പറയുന്നത് ഇവിടെ അധ്യാപകർ എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? കിട്ടിയല്ലോ? ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, സമുച്ചയാർത്ഥത്തിൽ തുല്യമായ ഘടകപദങ്ങളാക്കാൻ കഴിയുന്ന പദം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സമുച്ചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിച്ചേർന്നത് എന്നുള്ള അർത്ഥമാണ്, കൂട്ടം എന്നുള്ള അർത്ഥമാണ്. അപ്പം കൂടിച്ചേരുന്ന സമയത്ത് തുല്യ പദങ്ങളാക്കാൻ സാധിക്കുന്നവ ഏതാണെന്നുള്ളതാണ്, ഘടകപദങ്ങൾ ഏതാണെന്നുള്ളതാണ്. ഒരു പദത്തിനെ ഘടകപദങ്ങളാക്കുമ്പോൾ തുല്യ സ്ഥാനം വരുന്നത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഒന്നാമത്തത് രൂപധാരണം, ബി രൂപലാവണ്യം, സി രൂപകാംഗം, ഡി രൂപഭാവങ്ങൾ. രൂപധാരണം എങ്ങനെയാണ് നമ്മൾ ഘടകപദങ്ങളാക്കുന്നത് അല്ലെങ്കിൽ വിഗ്രഹിക്കുന്നത്? രൂപത്തിന്റെ ധാരണമാണ്, അല്ലെ? രൂപത്തിന്റെ ധാരണമാണ് രൂപധാരണം. അപ്പൊ അവിടെ തുല്യ പദങ്ങളാണോ വരുന്നത്? അല്ല. ഇനി രൂപലാവണ്യം, അതും രൂപത്തിന്റെ ലാവണ്യമാണ്. രൂപത്തിന്റെ ലാവണ്യമാണ് എന്താണ്? രൂപലാവണ്യം. ഇനി രൂപകാംഗമോ?
രൂപകത്തിന്റെ അംഗം എന്നുള്ള അർത്ഥത്തിലാണ് രൂപകാംഗം അല്ലെങ്കിൽ രൂപകമായ അംഗം. രൂപകമായ അംഗമാണ് രൂപകാംഗം എന്ന് പറയാം. ഇനി രൂപഭാവങ്ങളോ? രൂപഭാവങ്ങളിലാണ് രൂപവും ഭാവവും. അവിടെ രണ്ടും തുല്യ പദങ്ങളാണ്, രൂപവും ഭാവവും. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഘടകപദങ്ങളാക്കുമ്പോൾ തുല്യമായിട്ട് വരുന്ന ഭാഗം എന്ന് പറയുന്നത് രൂപഭാവങ്ങൾ എന്നുള്ളതാണ്. രൂപഭാവങ്ങൾ എന്നുള്ളതാണ്. ഇതുപോലുള്ള മറ്റുദാഹരണങ്ങളൊക്കെ എന്താണ്? ഗതാഗതം, ഗതാഗതം, ഗതവും ആഗതവും. രാമലക്ഷ്മണന്മാർ, രാമനും ലക്ഷ്മണനും. മാതാപിതാക്കൾ, മാതാവും പിതാവും, അല്ലെ? അതുപോലെ തന്നെ സ്ഥലകാലങ്ങൾ, സ്ഥലവും കാലവും. ഇവിടെ രണ്ടിനും തുല്യ പ്രാധാന്യമാണ്, രണ്ട് പദങ്ങൾക്കും. നമ്മൾ സമാസവും വിഗ്രഹാർത്ഥങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് രണ്ട് പദങ്ങൾക്കും പ്രാധാന്യമുള്ളത്, ഉത്തരപദത്തിന് പ്രാധാന്യമുള്ളത്, അതുപോലെ തന്നെ പൂർവ്വപദത്തിന് പ്രാധാന്യമുള്ളത്, രണ്ട് പദങ്ങൾക്ക് ഒരേപോലെ പ്രാധാന്യമുള്ളത്, ഇത് രണ്ടുമല്ലാതെ മറ്റൊന്നിന് പ്രാധാന്യമുള്ളതെന്നൊക്കെ പറഞ്ഞ് പഠിക്കാറുണ്ട്. ഇവിടെ അത്തരത്തിലാണ് രണ്ട് പദങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ളത് എന്ന് പറയുന്നത് രൂപഭാവങ്ങൾ എന്നുള്ളതാണ്. അതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് നോക്കി വെക്കുക. ഇനി അടുത്തതിലേക്ക് കടക്കുമ്പോഴോ, വിവാഹം ചെയ്ത് ഭാര്യയോടുകൂടി പാർക്കുന്നവൻ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഗ്രഹസ്ഥൻ, ഗൃഹസ്ഥൻ, ഗ്രഹനായകൻ, ഗ്രഹണി. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഈ ഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രഹം, ഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബുധൻ, ശുക്രൻ, ഭൂമി തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഗ്രഹങ്ങളാണ്. ഇനി ഗൃഹം എന്ന് പറഞ്ഞാലാണ് ഗൃഹം, വീട്. ഗൃഹം, വീട്. ഗൃഹത്തെ സംബന്ധിക്കുന്നത് എന്താണ്? ഗൃഹത്തെ സംബന്ധിക്കുന്നത് ഗാർഹികമാണ്. ഗൃഹത്തെ സംബന്ധിക്കുന്നത് ഗാർഹികമാണ്. അപ്പോ ഗൃഹത്തിന്റെ നാഥൻ എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഗൃഹസ്ഥൻ, ഗൃഹസ്ഥൻ എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള പദം. ഗൃഹസ്ഥൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം. എന്താണ്? വിവാഹം ചെയ്ത് ഭാര്യയോടുകൂടി പാർക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഗൃഹസ്ഥൻ എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത്. എന്നാൽ ഗൃഹസ്ഥന്റെ എതിർലിംഗം ഏതാണ്? ഗൃഹിണി. ഗൃഹിണി എന്നുള്ളതാണ് ഗൃഹസ്ഥന്റെ എതിർലിംഗമായിട്ടുള്ള പദം. ഗൃഹിണി എന്നുള്ളതാണ് ഗൃഹസ്ഥന്റെ എതിർലിംഗമായിട്ടുള്ള പദം. അപ്പൊ അത്രയും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? മലരമ്പൻ എന്ന പദം പിരിച്ചെഴുതിയാൽ മലര് അധികം അമ്പൻ, മലർ അധികം അമ്പൻ, മല അധികൻ രമ്പൻ, മല അധികൻ അമ്പൻ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? മലര് അധികം അമ്പനാണ് മലരമ്പൻ എന്ന് പറയുന്ന പേരിലോട്ട് വരുന്നത്. മലരമ്പൻ ഇവിടെ എന്താണ്? ലോപിക്കുകയാണ്. എന്ന് പറയുന്ന രൂപം ലോപിച്ചു പോയിട്ട് ലോപസന്ധിയാണ് ഇവിടെ വരുന്നത്. എന്താണ്? മലരമ്പൻ എന്ന് വരുന്നത്. മലരമ്പൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മലരമ്പൻ കാമദേവനാണ്, അല്ലെ? കാമദേവനെയാണ് നമ്മള് മലരമ്പൻ എന്ന് വിളിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ കാമദേവൻ എന്നുള്ളതിന്റെ പര്യായ പദങ്ങൾ? മന്മഥൻ, മന്മഥൻ, മദൻ, മാരൻ, കന്ദർപ്പൻ, പഞ്ചശരൻ, അതുപോലെ തന്നെ അനങ്കൻ എന്നിവയൊക്കെ കാമദേവൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മലരമ്പൻ എന്ന് പറയുന്ന പദത്തിന്റെ പര്യായങ്ങളാണ് എന്നുകൂടി ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? മന്മഥൻ, മദൻ, മാരൻ, കന്ദർപ്പൻ, പഞ്ചശരൻ, അനങ്കൻ ഇവയൊക്കെ കാമദേവന്റെ പര്യായ പദങ്ങളാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? താഴെ തന്നിരിക്കുന്നവയിൽ ഒരവസ്ഥയെയോ വസ്തുതയെയോ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലുകൾ ഏതാ? ഒരു അവസ്ഥയെയോ അല്ലെങ്കിൽ ഒരു വസ്തുതയെയോ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലുകളാണ്. ഓപ്ഷൻ 1 എന്ന് പറയുന്നത് കൊച്ചി കണ്ടവന് അച്ചി വേണ്ട, കൈ ആടിയാലേ വായയാടൂ, അട്ടയ്ക്ക് പൊട്ടക്കുളം, പനിക്ക് പട്ടിണി. ഇതില് ഏതെങ്കിലും ഒരു അവസ്ഥയെയോ അല്ലെങ്കിൽ എന്താ വസ്തുതയോ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലുകൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് നോക്കിയാലോ. കൊച്ചി കണ്ടവന് അച്ചി വേണ്ട എന്നുള്ളത്, കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നും പറയാറുണ്ട്, അല്ലെ? നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കൂടുതൽ നല്ലതായിട്ടുള്ള സൗകര്യമുള്ള വേറൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ പോലും നമ്മൾ മറന്നുപോകും. വേണ്ടാന്ന് വെച്ച് കളയുന്നത് സൂചിപ്പിക്കുന്ന ഒരു പിന്നെ പഴഞ്ചൊല്ലാണ് നമ്മൾ കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന് പറയുന്നത്. അപ്പൊ കൊച്ചി എന്ന് പറയുന്ന ഒരു നാടിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഇത് ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കുറച്ചുകൂടി സൗകര്യമുള്ളത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പലതും പ്രിയപ്പെട്ടതാണെങ്കിൽ പോലും, അച്ചി എന്ന് പറഞ്ഞാൽ ഭാര്യയാണ്, അതിനെ പോലും നമ്മൾ ഉപേക്ഷിച്ച് കളയും എന്നുള്ളതാണ് ആ ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഇനി കൈ ആടിയാലേ വായയാടൂ. കൈ ആടിയാലേ വായയും ആടൂ. നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് ഭക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ അല്ലെ? അധ്വാനിച്ചാൽ മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റൂ, അതിലൂടെ മാത്രമേ നമുക്ക് ആഹാരത്തിന് വകയുള്ളൂ എന്നുള്ളതാണ് ആ അർത്ഥം. ഇനി അട്ടയ്ക്ക് പൊട്ടക്കുളം. അട്ടയ്ക്ക് പൊട്ടക്കുളം എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ജീവജാലങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ മനുഷ്യനും ഓരോ വ്യക്തിക്കും അവനവന്റേതായിട്ടുള്ള ഒരു പരിതസ്ഥിതിയിൽ മാത്രമേ ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അട്ടയെ കൊണ്ടുവന്ന് മെത്തയിൽ കിടത്തിയാൽ കിടക്കില്ലല്ലോ എന്ന് പറയാറുണ്ട്. അപ്പൊ അട്ടയ്ക്ക് പൊട്ടക്കുളമാണ്. ഓരോ ജീവജാലങ്ങൾക്കും അതിന്റെ പരിതസ്ഥിതിയിലനുസരിച്ച് ജീവിക്കാനുള്ള ഒരു രീതിയാണുള്ളത്. അങ്ങനെയാണ് അതിനെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയാറുണ്ട്. അപ്പൊ അട്ടയ്ക്ക് പൊട്ടക്കുളം. ഇനി പനിക്കു പട്ടിണി. പണ്ട് പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ് ഈ പനിക്ക് പട്ടിണി എന്ന് പറയുന്നത്. അതിന് ഒന്ന് രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പനി പിടിച്ചു കിടക്കുന്ന സമയത്ത് ഏറ്റവും ലഘുവായിട്ട് ദഹിച്ചു തീരാൻ സാധിക്കുന്ന, നമ്മുടെ ആരോഗ്യത്തെ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് എനർജി ആവശ്യമില്ലാത്ത തരത്തിലുള്ള ആഹാരം മാത്രമേ കഴിക്കാവുള്ളൂ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പനിക്ക് പട്ടിണിയാണ്. പനി മാറാനുള്ള മാർഗം എന്ന് പറയുന്നത് പട്ടിണി കിടക്കുക എന്നുള്ളതാണ്. അതായത് ഏറ്റവും ലഘുവായ ആഹാരങ്ങൾ മാത്രമേ കഴിക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. പിന്നെ കൂടുതലായിട്ട് ആഹാരങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് ശരീരം ചൂടാവുമെന്നും അതിലൂടെ പനി കൂടും എന്നൊക്കെ ഉള്ള ഒരു പഴഞ്ചൻ വിശ്വാസമുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഇപ്പോ നന്നായിട്ട് ആരോഗ്യം നിലനിർത്താനുള്ള ആഹാരം കഴിക്കണം എന്നുള്ളതാണ്. അപ്പൊ പോട്ടെ, പനിക്ക് പട്ടിണി, അട്ടയ്ക്ക് പൊട്ടക്കുളം, കൈ ആടിയാലേ വായയാടൂ, കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട. ഇവയിൽ അവസ്ഥയെയോ വസ്തുതയോ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലുകൾ ഏതൊക്കെയാണ്? ഇനി ഉത്തരത്തിലോട്ട് വരുമ്പോ കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥയോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ വസ്തുതയോ കുറിക്കുന്ന ഒരു കാര്യമല്ല. അതൊരു പൊതുകാര്യമായിട്ടാണ് പറയുന്നത്. ഇനി കൈ ആടിയാലേ വായയാടൂ, അതൊരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അല്ലെ? നമ്മൾ അധ്വാനിച്ചാലേ ആഹാരം കഴിക്കാൻ പറ്റൂ, അധ്വാനിക്കുന്നവന് മാത്രമേ ആഹാരത്തിന് അർഹതയുള്ളൂ എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അത് ശരിയായിട്ടുള്ള രൂപമാണ്. ഇനി അട്ടയ്ക്ക് പൊട്ടക്കുളം. അട്ടയ്ക്ക് പൊട്ടക്കുളം എന്ന് പറയുന്നതും ഒരു പൊതുകാര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇനി പനിക്ക് പട്ടിണി എന്ന് പറയുന്നതോ, പനിക്ക് പട്ടിണിയാണ് പരിഹാരം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, വസ്തുതയാണ്. അപ്പൊ അല്ലെങ്കിൽ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. പനിക്ക് പട്ടിണി എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു അവസ്ഥയോ സൂചിപ്പിക്കുന്നതായതുകൊണ്ട് രണ്ടും നാലും മാത്രം ശരി എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 2ഉം 4ഉം മാത്രം ശരിയായിട്ട്. അവസ്ഥയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുതയോ കുറിക്കുന്നതാണ് ഏതാണ്? കൈ ആടിയാലേ വായാടൂ എന്ന് പറയുന്നതും പനിക്ക് പട്ടിണി എന്ന് പറയുന്ന പഴഞ്ചൊല്ലും. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ തർജ്ജമ ഏത് എന്നുള്ളതാണ് ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ തർജ്ജമ. ബ്ലൂ ബ്ലഡ് ഉന്നത കുലജാതൻ, ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രേഖാമൂലം, പ്രോസ് ആൻഡ് കോൺസ് അനുകൂല പ്രതികൂല വാദങ്ങൾ, എ റെഡ് ലെറ്റർ ഡേ അവസാന ദിവസം. 2 മാത്രം ശരി, 4 മാത്രം ശരി, 1 മാത്രം ശരി, ഇവയൊന്നുമല്ല. ഏതാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ തെറ്റായ തർജ്ജമ ഏത് എന്നുള്ളതാണ് ചോദ്യം. തെറ്റായ തർജ്ജമ ബ്ലൂ ബ്ലഡ് എന്ന് പറയുന്നത് ഉന്നത കുലജാതൻ എന്നുള്ളത് തന്നെയാണ്, ശരിയാണ്. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് രേഖാമൂലം, പ്രോസ് ആൻഡ് കോൺസ് അനുകൂല പ്രതികൂല വാദങ്ങൾ, റെഡ് ലെറ്റർ ഡേ എന്നുള്ളതാണ് ഇവിടെ തെറ്റായി വന്നിരിക്കുന്നത്. അപ്പൊ എ റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിശേഷ ദിവസം എന്നാണ് അർത്ഥം. നമ്മൾ കലണ്ടറിലൊക്കെ റെഡ് ലെറ്റർ ആയിട്ട് കാണുന്നത് ഏതെങ്കിലും വിശേഷ ദിവസങ്ങൾ, നമ്മൾ അവധി എന്നാണ് പറയുന്നത്, ഏതെങ്കിലും വിശേഷ ദിവസങ്ങളെ പറ്റി കുറിക്കാനല്ലേ. അപ്പൊ വിശേഷ ആ ഒരു അർത്ഥത്തിലാണ് എ റെഡ് ലെറ്റർ ഡേ, വിശേഷ ദിവസം അല്ലെങ്കിൽ മംഗളദിനം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മള് റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്ന ഒരു ശൈലി, റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്ന ഒരു ശൈലി അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ ബ്ലൂ ബ്ലഡ് ഉന്നത കുലജാതൻ, ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രേഖാമൂലം, പ്രോസ് ആൻഡ് കോൺസ് അനുകൂല പ്രതികൂല വാദങ്ങൾ, എ റെഡ് ലെറ്റർ ഡേ വിശേഷ ദിവസം. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കിയാലോ? അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുക്കുക. അകത്തമ്മ ചമഞ്ഞു നടക്കുന്നവരുടെ അവസ്ഥ പലപ്പോഴും അബദ്ധമായിരിക്കും. അകത്തമ്മ ചമഞ്ഞ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അകത്തമ്മ ചമയുക എന്നുള്ളതാണ് ഇവിടുത്തെ ശൈലി. അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുക, വലിയ മേന്മ നടിക്കുക, അമ്മമാരുടെ വേഷം കെട്ടുക, മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക. നമുക്ക് എളുപ്പത്തിൽ അറിയാം, വലിയ അകത്തമ്മ ചമഞ്ഞൊന്നും ചെയ്യരുതെന്ന് പറയാറുണ്ട്, കളിയാക്കിക്കൊണ്ട് പറയാറുണ്ട്. എന്താണ്? വലിയ മേന്മ നടിക്കുക എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം.
അകത്തമ്മ ചമയുക, വലിയ മേന്മ നടിക്കുക. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം എന്താണ്? ശരിയായ പദം ഏത്? വീണ്ടും ഒരു പദശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഐക്യമത്യം, സ്വൈരം, കൃത്രിമം, പ്രവൃത്തി. ഇവിടെ ശരിയായ പദം ഏത് എന്നുള്ളതാണ്. ഒറ്റ പദം മാത്രമേ ഇവിടെ ശരിയായിട്ടുള്ളൂ. അത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ഐക്യമത്യം എന്ന് എഴുതുന്നത് എങ്ങനെയാണോ? അല്ല, ഐകമത്യം. ഐകമത്യം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം. ഐകമത്യം മഹാബലം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം. ഐക്യമത്യം എന്നുള്ളതല്ല. അതുപോലെ തന്നെ ഐക്യകണ്ഠേനയല്ല, ഐകകണ്ഠേന എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം. അപ്പം ഐക്യമത്യം അല്ല, ഐകമത്യമാണ്. സ്വൈരം, നമ്മളെപ്പോഴും സ്വൈര്യം സ്വൈര്യം എന്ന് എഴുതുന്ന ഒരു രീതിയുണ്ട്. ഇത് തെറ്റാണ്. സ്വൈരം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം. സ്വൈരം. ഒന്ന് സ്വൈരം തരുവോ? സ്വൈര്യം അല്ല, സ്വൈരം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം. ഇനി കൃത്രിമം. കൃത്രിമം എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? കൃത്രിമം കൃത്രിമം എന്ന് എഴുതിയിരിക്കുന്നത് ഇവിടെ തെറ്റാണ്. പകരം കൃത്രിമം. കൃത്രിമം കൃത്രിമം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം. കൃത്രിമം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം. ഇനി പ്രവൃത്തി. നമ്മള് പ്രവർത്തനം എന്ന് എഴുതാറുണ്ട് അല്ലെ? പ്രവർത്തനം. പ്രവർത്തനം എന്നുള്ളത് ക്രിയാരൂപവും പ്രവൃത്തി എന്ന് പറയുന്നത് നാമവുമാണ്. ഒരിക്കലും പ്രവർത്തനം എന്ന് എഴുതാറില്ല. അതുപോലെ തന്നെ പ്രവൃത്തി എന്നും എഴുതാറില്ല. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള രൂപം. പ്രവർത്തനം എന്ന് എഴുതാം, അല്ലെങ്കിൽ പ്രവൃത്തി. പ്രവർത്തനം ക്രിയ, പ്രവൃത്തി എന്ന് പറയുന്നത് അതിന്റെ നാമരൂപമാണ്. അപ്പൊ ഇവിടെയും തെറ്റാണ്. പ്രവൃത്തി എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ട് വരുന്ന രൂപം. അവിടെ ഇപ്പൊ ആകെ ശരിയുള്ളത് സ്വൈരം എന്ന് പറയുന്ന ഈ ഒരു പദം മാത്രമാണ്. ഓക്കെ, ഇതുപോലെ തന്നെയുള്ള ചില പദങ്ങളാണ് നമ്മൾ തരിക, വരിക എന്നൊക്കെ എഴുതുന്ന ഒരു രീതിയുണ്ട്. ഇത് തെറ്റായ രൂപമാണ്. പകരം തരുക, വരുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രൂപം എന്ന് പറയും. അതുപോലെ തന്നെ പ്രാരാബ്ധം എന്നുള്ളത് തെറ്റായിട്ടുള്ള രൂപമാണ്. പകരം പ്രാരബ്ധം, പ്രാരബ്ധം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രൂപം. അതുപോലെ തന്നെ പരിണിത ഫലം എന്നാണ് നമ്മൾ പറയാറുള്ളത്. അല്ല, പരിണത ഫലം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രൂപം. അതുപോലെ തന്നെ ദാക്ഷണ്യം. ഒരു ദയാദാക്ഷണ്യവും ഇല്ലാതാണല്ലോ പെരുമാറുന്നത് ചോദിക്കാറുണ്ട്. ദാക്ഷണ്യമല്ല, ദാക്ഷിണ്യം. ദാക്ഷിണ്യം എന്നുള്ളതാണ് ശരിയുള്ള പദം. അപ്പൊ ഓർത്തപ്പോ ഒന്ന് രണ്ടെണ്ണം സൂചിപ്പിച്ചു പോവാണ്. അപ്പൊ ഇത് കിട്ടിയാന്ന് വിചാരിക്കുന്നു. പദശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പരീക്ഷകളിലെല്ലാം, ഈ കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രം ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കിയാലോ. അടുത്ത ചോദ്യം, ധനുജൻ അർത്ഥം എന്ത്? ധനുജൻ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്ത് എന്നുള്ളതാണ് ചോദ്യം. ധനുജൻ അസുരൻ, ദൈത്യൻ, ദാനവൻ ഇവയെല്ലാം. ധനുജൻ എന്ന് പറയുന്ന പദത്തിന് അസുരൻ എന്നും ദൈത്യൻ എന്നും ദാനവൻ എന്നും ഒക്കെ അർത്ഥമുണ്ട്. ഇത് കൂടാതെ തന്നെ ദമനൻ, ദസ്യു, അതുപോലെ തന്നെ പ്രഹേതി, ഇവയെല്ലാം എന്ന് പറയുന്നത് അസുരൻ അല്ലെങ്കിൽ ശത്രു എന്നൊക്കെയുള്ള പദത്തിന്റെ പര്യായങ്ങളാണ്. അപ്പൊ അസുരൻ, ദൈത്യൻ, ദാനവൻ, ധനുജൻ, ദമനൻ, ദസ്യു, പ്രഹേതി എന്നിവയൊക്കെ അസുരൻ അല്ലെങ്കിൽ ശത്രു എന്നൊക്കെയുള്ളതിന്റെ പര്യായ പദങ്ങളാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കിയാലോ. ദർപ്പണം, കണ്ണാടി, ദർപ്പണകം എന്താണെന്നുള്ളതാണ് ചോദ്യം. ദർപ്പണം, കണ്ണാടി. അങ്ങനെയാണെങ്കിൽ ദർപ്പം എന്താണ്? ദർപ്പം. ദർപ്പം എന്ന് പറയുന്ന പദത്തിനർത്ഥം അഹങ്കാരം എന്നാണ് കേട്ടോ. അഹങ്കാരം. ഇനി ദർപ്പണകം സ്വർണം, കാൽച്ചിലമ്പ്, പാദസരം, വെള്ളി. എന്താണ് ദർപ്പണകം എന്ന് പറയുന്ന പദത്തിനർത്ഥം എന്ന് പറയുന്നത് വെള്ളി എന്നുള്ളതാണ്. എന്താണ്? വെള്ളി എന്നുള്ളതാണ് ദർപ്പണകം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം. ഇത് കൂടാതെ തന്നെ രജതം, രൗപ്യം, ശ്വേതം. ശ്വേതം വെളുത്തത് എന്നുള്ള അർത്ഥത്തിലാണ്. ശ്വേതം എന്നിവയൊക്കെ തന്നെയും വെള്ളിയുടെ പര്യായങ്ങളായിട്ട് പറയുന്ന പദങ്ങളാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് കടന്നാലോ. അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക. വിപരീത പദത്തിന്റെ നിന്നൊരു ചോദ്യമാണ്. അനശ്വരതയെ കുറിച്ചുള്ള ചിന്തകളാണ് മനുഷ്യനെ ആത്മീയതയിലേക്ക് നയിക്കുന്നത്. അനശ്വരതയെ കുറിച്ചുള്ള ചിന്തകളാണ്
മനുഷ്യനെ ആത്മീയതയിലേക്ക് നയിക്കുന്നത്. അനശ്വരം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. നൈരാശ്യം, നശ്വരം, നരകം, നിരന്തരം. അനശ്വരത എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അനശ്വരം, നശ്വരമല്ലാത്തത് എന്നുള്ളതാണ്. നശ്വരം എന്നുള്ളതാണ് അനശ്വരം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീത പദം. നശ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിച്ചു പോകുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അനശ്വരം എന്ന് പറയുന്നത് നാശമില്ലാത്തത്. അപ്പൊ നശ്വരം, അനശ്വരം. നശ്വരം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീതമാണ് എന്താണ്? അനശ്വരം എന്ന് പറയുന്ന പദം. അടുത്ത ചോദ്യം പല ഉരു പിരിച്ചെഴുതുക എന്നുള്ളതാണ്. പല അധികം ഒരു, പല അധികം ഗുരു, പല അധികം കുരു, പല അധികം ഉരു. ഏതാണ് പല ഉരു? പല അധികം ഉരു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രൂപം എന്ന് പറയുന്നത്. ഇവിടെ വരുന്നത് ആഗമസന്ധിയാണ് അല്ലെ? ആഗമസന്ധി. എങ്ങനെയാണ് ആഗമസന്ധി ചേരുന്നത്? ഇത് രണ്ടും കൂടെ ചേരുന്ന സമയത്ത് പല ഉരു ആയിത്തീരുന്നു. പല അവിടെ തന്നെയുണ്ട്, ഉരു എന്ന് പറയുന്നതും അവിടെ തന്നെയുണ്ട്. പകരം വ് എന്ന് പറയുന്ന ഒരു വർണ്ണം ഇവിടെ പുതുതായിട്ട് കടന്നു വന്നു. വേറെ വർണ്ണങ്ങൾക്കൊന്നും തന്നെ മാറ്റമില്ല. അതുകൊണ്ട് തന്നെ ആഗമസന്ധിയാണ്. സന്ധിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ടും ആഗമസന്ധി, ആദേശസന്ധി, അതുപോലെ തന്നെ ലോപസന്ധി, ദ്വിത്വസന്ധി. ആഗമസന്ധി എന്ന് പറയുമ്പോൾ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്ന സമയത്ത് പുതുതായിട്ട് അതുവരെ ഇല്ലായിരുന്നൊരു പദം, ഇല്ലായിരുന്നൊരു വർണ്ണം പുതുതായിട്ട് കടന്നു വരുന്നതിനെയാണ് നമ്മൾ ആഗമസന്ധി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആദേശസന്ധി ആണെങ്കിൽ ഒരു വർണ്ണം പോയി മറ്റൊന്ന് കടന്നു വരുന്നതിനെയാണ് നമ്മൾ ആദേശസന്ധി എന്ന് വരുന്നത്. അതുപോലെ തന്നെ ലോപസന്ധി എന്ന് പറയുന്നത് ഒരു വർണ്ണം പോകുന്നതിനെയാണ്. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്ന സമയത്ത് ഒരു വർണ്ണം പോകുന്നതാണ് ലോപസന്ധി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ്വിത്വസന്ധി ഒരു ഉള്ള വർണ്ണം തന്നെ ഇരട്ടിക്കുന്നതിനെയാണ് ദ്വിത്വസന്ധി എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദാഹരണങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ കൃത്യമായിട്ട് നോക്കി സന്ധി ചെയ്യാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം നോക്കിയാലോ. തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്തെഴുതുക. വാക്യശുദ്ധി, പദശുദ്ധി ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. ഗർഭിണിയായ അവന്റെ ഭാര്യയെ ആശുപത്രിയിലാക്കി. ബി, 10ാം ക്ലാസ് പരീക്ഷയുടെ വിജയ ശതമാനം ഇത്തവണ 100ൽ 95ആണ്. സി, ഏകദേശം 358 പേർ യോഗത്തിൽ പങ്കെടുത്തു. ഡി, വിദ്യാർത്ഥികൾ ഓരോരുത്തരായി മുന്നോട്ട് വന്ന് പുസ്തകം കൈമാറണം. ഓരോ വാക്യങ്ങളായിട്ട് നമുക്ക് നോക്കിയാലോ. ഗർഭിണിയായ അവന്റെ ഭാര്യയെ ആശുപത്രിയിലാക്കി. കേൾക്കുന്ന സമയത്ത് നമുക്ക് വലിയ തെറ്റൊന്നും തോന്നത്തില്ല. ഇവിടെ ആരാണ് ശരിക്കും ഗർഭിണി? ഭാര്യയാണോ അവനാണോ? അപ്പോ അവന്റെ ഗർഭിണിയായ ഭാര്യയെ ആശുപത്രിയിലാക്കി എന്നുള്ളതാണ് അവിടെ ശരിയായിട്ട് വരുന്നത്. അവന്റെ ഗർഭിണിയായ ഭാര്യയെ ആശുപത്രിയിലാക്കി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം. അപ്പൊ ഇവിടെ തെറ്റാണ്. ഇനി 10ാം ക്ലാസ് പരീക്ഷയുടെ വിജയ ശതമാനം ഇത്തവണ 100ൽ 95ആണ്. ശതമാനം നമ്മൾ എപ്പോഴും പറയുന്നത് 100ലാണ്. പിന്നെ പ്രത്യേകിച്ച് 100ൽ 95 എടുത്തു പറയണോ? വിജയ ശതമാനം 95ആണ് എന്ന് പറഞ്ഞാൽ മാത്രം മതിയായിരിക്കും. അല്ലെങ്കിൽ 10ാം ക്ലാസ് പരീക്ഷയുടെ വിജയ ശതമാനം 95ആണ് എന്നുള്ളത് മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അല്ലെങ്കിൽ 10ാം ക്ലാസ് പരീക്ഷയുടെ വിജയം ഇത്തവണ 100ൽ 95ആണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അതും തെറ്റായതാണ്. ഇനി ഏകദേശം 358 പേർ യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ? ഇവിടെ കൃത്യമായിട്ടൊരു കണക്ക് കൊടുത്തിട്ടുണ്ട് എത്ര പേരുണ്ടെന്നല്ലേ. അല്ലെങ്കിൽ 50ഓളം പേർ, ഏകദേശം 50ഓളം പേർ എന്നൊക്കെ പറയാറുണ്ട്. അതും തെറ്റാണ്. ഏകദേശം 50 പേർ അല്ലെങ്കിൽ 50ഓളം പേർ, ഇത് രണ്ടിലേതെങ്കിലും ഒരെണ്ണം മതിയായിരിക്കും. അവിടെ കൃത്യമായിട്ട് 50 പേർ എന്നോ കൃത്യമായിട്ട് എണ്ണം പറയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഏകദേശവും ഓളവും ഒക്കെ ചേർക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് 358 എന്നുള്ളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഏകദേശം വേണോ? വേണ്ട. അപ്പൊ 358 പേർ യോഗത്തിൽ പങ്കെടുത്തു എന്ന് മതിയായിരിക്കും. അപ്പൊ അവിടെയും തെറ്റാണ്. ഇനി വിദ്യാർത്ഥികൾ ഓരോരുത്തരായി മുന്നോട്ട് വന്ന് പുസ്തകം കൈമാറണം. എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. വിദ്യാർത്ഥികൾ ഓരോരുത്തരായി മുന്നോട്ട് വന്ന് പുസ്തകം കൈമാറണം എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഇനി വാക്യശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് ഇത് തന്നെയാണ്. എന്താണ്? ഒരേ അർത്ഥം തന്നെ വരുന്ന പല പദങ്ങളും ഒരേ വാക്യത്തിൽ തന്നെ കാണാറുണ്ട്. കഴിഞ്ഞ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ 3rd സ്റ്റേജില് കിണറ്റിനുള്ളിൽ വീണ പുലിയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി എന്ന് പറയുന്ന ഒരു വാക്യം ഉണ്ടായിരുന്നു. നമ്മൾ നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അർത്ഥവ്യത്യാസമൊന്നും തോന്നത്തില്ല. പക്ഷെ കിണറിൽ അല്ലെങ്കിൽ കിണറ്റിനുള്ളിൽ, കിണറ്റിൽ എന്ന് പറഞ്ഞാൽ പോരെ, വീണ്ടും കിണറ്റിനുള്ളിൽ എന്ന് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് കിണറ്റിൽ അല്ലെങ്കിൽ കിണറിനുള്ളിൽ എന്ന് മാത്രം സൂചിപ്പിച്ചാൽ മതിയാവും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വാക്യശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചു പോവുക. അടുത്ത ചോദ്യം നോക്കാം.
ഒറ്റപ്പദമാക്കാനാണേ. എല്ലാ ജനങ്ങൾക്കും ബാധകമായ എന്നതിന്റെ ഒറ്റപ്പദം ഏത് എന്നുള്ളതാണ് ചോദ്യം. എല്ലാ ജനങ്ങൾക്കും ബാധകമായ. സർവജനീയം, സർവജനപ്രിയ, സർവജനീനം, സർവജിത്ത്. ഏതാണ്? എല്ലാ ജനങ്ങൾക്കും ബാധകമായ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് നമുക്കറിയാം സർവജനീയം. സാർവജനീയമല്ല, സർവജനീയം. സർവജനീയം, എല്ലാ ജനങ്ങൾക്കും ബാധകമായ. സർവജനീയം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഒറ്റപ്പദം. ഒറ്റപ്പദവുമായിട്ട് ബന്ധപ്പെട്ടും പുതുതായിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഏറ്റവും ലളിതമായിട്ടുള്ളത് തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ചോദ്യം, പോഷണം എന്ന പദത്തിന്റെ ശരിയായ വിപരീതം ഏത്? പോഷണം ഏതാണ്? ഭൂഷണം, സമൃദ്ധം, ദൂഷണം, ചോഷണം. ഏതാണ് പോഷണം? പോഷണം എന്ന് പറയുന്ന പദം കേൾക്കുമ്പോൾ എന്താ അർത്ഥമായിട്ട് വരിക? ഇനി കൂടുതൽ പോഷണം വേണം, ഇപ്പൊ എന്തോ കുറവിനെ സൂചിപ്പിക്കുന്നതാണെന്നുള്ള ഒരു ധാരണ നമുക്ക് ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയല്ല, പോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോഷിപ്പിക്കുന്നത്. പോഷണം, പോഷണം എന്നുള്ള അർത്ഥത്തിലാണ്. പോഷണത്തിന്റെ വിപരീതം എന്ന് പറയുന്നത് ശോഷണമാണ്. പോഷണം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീതം എന്ന് പറയുന്നത് ശോഷണമാണ്. ശോഷിക്കുന്നതല്ല, പോഷിപ്പിക്കുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പൊ പോഷണവും ശോഷണം. പോഷണത്തിന്റെ വിപരീതം എന്താണ്? ശോഷണം എന്ന് പറയുന്ന പദമാണ്. അവിടെ സമൃദ്ധത്തിലേക്കൊക്കെ എത്താനുള്ള ഒരു ടെൻഡൻസി വരാറുണ്ട്. പക്ഷെ ശോഷണം, പോഷണം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത 21ാമത്തെ ചോദ്യം നോക്കിയാലോ. കുലത്തെ ത്രാണം ചെയ്യുന്നവൾ. ഒറ്റപ്പദം. കുലത്തെ ത്രാണം ചെയ്യുന്നവൾ എന്നതിന്റെ ഒറ്റപ്പദം കുലീന, കുലട, കളത്രം, കളമ്പരം. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? കളത്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം. കുലത്തെ ത്രാണം ചെയ്യുന്നവൾ കളത്രം. കളത്രം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഭാര്യ, അല്ലെ? കാന്ത. അതുപോലെ തന്നെ പത്നി, ജായ എന്നിവയൊക്കെയാണ് ഭാര്യ എന്ന് പറയുന്ന പദത്തിന്റെ പര്യായങ്ങള്. ഇനി കളമ്പരമല്ല, കളേബരം എന്ന് പറഞ്ഞാൽ എന്താണ്? കളേബരം. കളേബരം എന്ന് പറഞ്ഞാൽ ശരീരം, ഗാത്രം, അല്ലെ? വപുസ്. കളേബരം എന്ന് പറയുന്ന പദത്തിന് അർത്ഥം ശരീരം, ഗാത്രം, വപുസ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോ കുലത്തെ ത്രാണം ചെയ്യുന്നവൾ കളത്രമാണ് കേട്ടോ. കളത്രം, ഭാര്യ. അടുത്ത ചോദ്യമോ, ശരിയായ വാക്യം ഏത് എന്നുള്ളതാണ്. വീണ്ടും ഒരു വാക്യശുദ്ധിയാണ്. മറ്റിതര സംസ്ഥാനങ്ങളുടെയും കഥ ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ബി, ഏകദേശം 300ഓളം പുസ്തകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. സി, ഓരോ വിദ്യാർത്ഥിയും ഓരോ പുസ്തകങ്ങൾ കൊണ്ടുവരണം. ഡി, നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. ശരിയായിട്ടുള്ള വാക്യം ഏത്? ശരിയായ വാക്യം ഏത് എന്നുള്ളതാണ് ചോദ്യം. മറ്റിതര സംസ്ഥാനങ്ങളുടെയും കഥ ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. മറ്റ്, ഇതര, ഈ രണ്ട് പദങ്ങളും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. മറ്റ് സംസ്ഥാനങ്ങളുടെയും കഥ ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്നോ ഇതര സംസ്ഥാനങ്ങളുടെ കഥ ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്നോ എഴുതിയാൽ മതിയാവും. അപ്പൊ അതുകൊണ്ട് ഈ വാക്യം തെറ്റാണ്. ഇനി ഏകദേശം 300ഓളം പുസ്തകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം, ഓളം രണ്ടും ഒന്നിച്ച് വേണ്ട. ഏകദേശം 300 പുസ്തകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 300ഓളം പുസ്തകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇനി ഓരോ വിദ്യാർത്ഥിയും ഓരോ പുസ്തകങ്ങൾ കൊണ്ടുവരണം. ഓരോ വിദ്യാർത്ഥിയും ഓരോ പുസ്തകങ്ങൾ കൊണ്ടുവരണം എന്നുള്ള ഓരോന്ന് എടുത്തു പറയണ്ട. ഓരോ വിദ്യാർത്ഥിയും പുസ്തകങ്ങൾ കൊണ്ടുവരണം എന്ന് മതിയാവും. അല്ലെങ്കിൽ ഓരോ വിദ്യാർത്ഥിയും ഒരു പുസ്തകം വീതം കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ മതിയാവും. ഇനി നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ള പദം, ശരിയായിട്ടുള്ള വാക്യം. ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ള വാക്യം. കിട്ടിയല്ലോ? അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. സുപ്രസിദ്ധം എന്നതിന്റെ വിപരീത പദം ഏത്? സുപ്രസിദ്ധം. പ്രസിദ്ധം, കുപ്രസിദ്ധം, വിപ്രസിദ്ധം, അപ്രസിദ്ധം. നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ്. സുപ്രസിദ്ധം എന്ന് പറയുന്നതിന്റെ വിപരീതം കുപ്രസിദ്ധനായിട്ടുള്ള കള്ളൻ പിടിയിലായി എന്നൊക്കെ പറയാറുണ്ട്. സുപ്രസിദ്ധം എന്നുള്ളതിന്റെ വിപരീത പദം കുപ്രസിദ്ധം എന്നുള്ളതാണ്. സുപ്രസിദ്ധം, കുപ്രസിദ്ധം. കിട്ടിയല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. സോമൻ, വിധു, ഇന്ദു. സോമൻ, വിധു, ഇന്ദു എന്നിവ ഏതിന്റെ പര്യായങ്ങളാണ്? സോമൻ, വിധു, ഇന്ദു എന്നിവ ഏതിന്റെ പര്യായങ്ങളാണ്? ചന്ദ്രൻ, ചന്ദ്രിക, ദ്യോവ്, സൂര്യൻ. ഏതിന്റെ പര്യായങ്ങളാണ് സോമൻ, വിധു, ഇന്ദു എന്നുള്ളത്? ചന്ദ്രന്റെ പര്യായങ്ങളാണ് അല്ലെ? അപ്പൊ ചന്ദ്രിക എന്താണ്? ചന്ദ്രിക, ചന്ദ്രിക എന്ന് പറഞ്ഞാൽ നിലാവ് എന്നാണ് അർത്ഥം. ദ്യോവ്, ദ്യോവ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം?
ദ്യോവ് എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് അർത്ഥം, ആകാശം. ഇനി ചന്ദ്രന്റെ മറ്റു പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? ശശി, അതുപോലെ തന്നെ സോമൻ, അതുപോലെ തന്നെ വിധു, ഇന്ദു, അമ്പിളി, തിങ്കൾ, മതി, ശശാങ്കൻ എന്നിവയൊക്കെ എന്താണ്? ചന്ദ്രന്റെ പര്യായങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ചന്ദ്രിക, ചന്ദ്രിക എന്ന് പറഞ്ഞാൽ നിലാവാണ്. നിലാവിന്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? കൗമുദി, ജ്യോത്സ്ന, ചന്ദ്രിക, വെണ്ണിലാവ് എന്നിവയൊക്കെയാണ് ചന്ദ്രിക അല്ലെങ്കിൽ നിലാവിന്റെ പര്യായ പദങ്ങൾ. അതുപോലെ തന്നെ പനിമതി എന്ന് പറയുന്നതും പനിമതി എന്ന് പറയുന്നതും നിലാവ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. മതി എന്ന് പറയുന്നത് ചന്ദ്രനാണ്, പനിമതി എന്ന് പറയുന്നത് ചന്ദ്രികയാണ്. അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. പനിമതി ചന്ദ്രിക, മതി ചന്ദ്രൻ. ഇനി സൂര്യന്റെയോ? സൂര്യന്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? ചന്ദ്രൻ തിങ്കളാണെങ്കിൽ സൂര്യന് ഞായർ എന്ന് പറയുന്ന പര്യായം ഉണ്ട്, അല്ലെ? ഞായർ എന്ന് പറയുന്ന പര്യായം ഉണ്ട്. ആര്യമാവ് എന്ന് പറയുന്ന ഒരു പര്യായം ഉണ്ട്. അതുപോലെ തന്നെ മാർത്താണ്ഡൻ, ദിവാകരൻ, ദിനകരൻ ഇവയൊക്കെ എന്താണ്? നമ്മുടെ സൂര്യൻ എന്നുള്ളതിന്റെ പര്യായ പദങ്ങളാണ്. സൂര്യൻ എന്ന് പറയുന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ്. കിട്ടിയല്ലോ? അടുത്ത ചോദ്യം നോക്കിയാലോ? പറയാൻ ആഗ്രഹിച്ചത് എന്നുള്ളതിന്റെ ഒറ്റ പദം ഏത് എന്നുള്ളതാണ് ചോദ്യം. വിവക്ഷ, വിവക്ഷിതം, വിവക്സ, വിപക്ഷ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? പറയാനുള്ള ആഗ്രഹത്തിനെ, അല്ലെ? അറിയാനുള്ള ആഗ്രഹത്തിനെ നമ്മൾ ജിജ്ഞാസ എന്നും പറയാനുള്ള ആഗ്രഹത്തിനെ നമ്മൾ വിവക്ഷ എന്നാണ് പറയുന്നത്. വിവക്ഷ എന്ന് പറയുന്നത് പറയാനുള്ള ആഗ്രഹമാണ് വിവക്ഷ. എന്നാൽ പറയാൻ ആഗ്രഹിച്ചത് വിവക്ഷിതം. എന്റെ വിവക്ഷിതം അറിഞ്ഞു പെരുമാറണം, അല്ലെങ്കിൽ എന്റെ വിവക്ഷിതം അതായിരുന്നില്ല എന്ന് പറയാറുണ്ട്. വിവക്ഷിതം എന്ന് പറഞ്ഞാൽ പറയാൻ ആഗ്രഹിച്ചതിനെ നമ്മൾ എന്ത് പറയാ? വിവക്ഷിതം എന്ന് പറയുന്നത്. പറയാൻ ആഗ്രഹിച്ചത് വിവക്ഷിതം, പറയാനുള്ള ആഗ്രഹം വിവക്ഷ. ഇനി പറയാൻ ആഗ്രഹിക്കുന്നവൻ അത് വിവക്ഷു, പറയാൻ ആഗ്രഹിക്കുന്നവൻ അത് വിവക്ഷു. കിട്ടിയല്ലോ? അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് വരാനിരിക്കുന്ന CPO പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മലയാള ഭാഗത്തു നിന്നുള്ള ഒരു 25ഓളം ചോദ്യങ്ങളായിരുന്നു. കൂടുതലും മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും ആ ഒരു പാറ്റേൺ അനുസരിച്ചുമാണ് നമ്മൾ 25ഓളം ചോദ്യങ്ങൾ ഇന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. അതുപോലെ 1-2 കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചലഞ്ചർ ആപ്പിന്റെ വീഡിയോ യൂട്യൂബ് ക്ലാസ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ B.Ed TTC യോഗ്യതയുള്ളവർക്കൊക്കെ വരാനിരിക്കുന്ന വലിയൊരു അവസരമാണ് നമുക്ക് വരാനിരിക്കുന്ന LPUP പരീക്ഷ. LPUP പരീക്ഷയ്ക്ക് ഏറ്റവും നല്ല തയ്യാറെടുപ്പോടുകൂടിയുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ നൽകുന്നുണ്ട്. അപ്പോൾ അത്തരത്തില് ഈ ഒരു പരീക്ഷയ്ക്ക് ശേഷം അത്തരത്തിലുള്ള യോഗ്യതകളുള്ളവർക്ക് ഉറപ്പായിട്ടും നമ്മുടെ ചലഞ്ചർ ആപ്പിനെ സമീപിക്കാവുന്നതാണ്. ഈസി ആയിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ LDC പരീക്ഷയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പരീക്ഷ, നമുക്ക് നോക്കിക്കാണാവുന്ന ഒരു പരീക്ഷ എന്ന് പറയുന്നത്. LDCയുടെ ഒരു ലോങ് ബാച്ചും നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് പരീക്ഷയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന, എന്നാൽ ഒരു ജോലിയെ ഉറപ്പായിട്ടും ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു ലോങ് ടൈമിലേക്ക് പ്രവർത്തിച്ച് പരീക്ഷയിൽ ആദ്യ റാങ്കുകളിൽ തന്നെ എത്താനുള്ള ഒരു അവസരമാണ് നമ്മുടെ ചലഞ്ചർ ആപ്പ് ഒരുക്കുന്നത്. അപ്പോൾ LDC പഠിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇടം നോക്കുന്നവർക്കും നമ്മുടെ ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം. കൂടുതലൊന്നും ചെയ്യേണ്ട, താഴെ കമന്റ് ബോക്സിൽ ആ ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിൽ കയറി നിങ്ങൾക്ക് ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവർക്കും CPO പരീക്ഷ ഏറ്റവും നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തൊരു ക്ലാസ്സിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.